ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് മസാലക്കറി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇത് മല്ലിപ്പൊടി വറുത്ത് വെച്ചതാട്ടത്. എനിക്ക് ആവശ്യമായ മല്ലിപ്പൊടി നമ്മൾ വറുത്ത് വെച്ചതാണ്. ഇനി നമുക്ക് കോളിഫ്ലവർ ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് നമ്മൾ തിളപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ അതേ സെയിം പാത്രത്തിൽ തന്നെ നമ്മൾ സോയാബീനും തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു കടായിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് സവാള ഒന്ന് വഴറ്റിയെടുക്കുക. കുറച്ച് ഉപ്പിട്ട് എടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി അതിലോട്ട് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും പെരുംജീരകവും മല്ലിയിലൊക്കെ ചതച്ചത് ചേർത്ത് കൊടുത്തിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ ഒരു തക്കാളി ഇട്ട് നമ്മൾ വഴറ്റിയെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ തിളപ്പിച്ച് വെച്ച സോയാബീനും കോളിഫ്ലവറും കൂടിയും ചേർത്ത് കൊടുക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കാണിക്കാൻ മറന്നു പോയതാട്ടോ നമ്മൾ ചതച്ച് വെച്ചത് മിക്സ് ചെയ്യുന്നത്. ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കുക. ചിക്കൻ മസാലയും ചേർത്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നേരത്തെ വറുത്തെടുത്ത മല്ലിപ്പൊടി ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ ഞാൻ ഉരുളക്കിഴങ്ങും പട്ടാണിയും കൂടിയും വേവിച്ച് വെച്ചതുണ്ടായിരുന്നു. അത് അതിൻ്റെ വെള്ളത്തോട് കൂടി തന്നെ ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ആ വെള്ളം നമുക്ക് ഒന്ന് വറ്റിച്ചെടുക്കണം. നമുക്ക് കുറച്ച് ഗരം മസാലയും കൂടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി മല്ലിയില അരിഞ്ഞ് ചേർക്കുകയാണ്. കുറച്ചും കൂടി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ നമുക്ക് മിക്സ് ചെയ്ത് ഡ്രൈ ആക്കി എടുക്കാം കേട്ടോ. കിടിലൻ ടേസ്റ്റ് ആട്ടോ ഈ റെസിപ്പി. എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.